നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ ഇന്തോനേഷ്യയുടെ കറൻസിയിൽ നമ്മുടെ ഗണപതിയുടെ ചിത്രം ഉൾപ്പെടുത്തിയിരുന്ന കാര്യം? ഇന്ത്യ പോലും ഒരിക്കലും ഉൾപ്പെടുത്താതിരുന്ന ഗണപതിയുടെ ചിത്രം എങ്ങനെയാണ് ഇന്തോനേഷ്യൻ കറൻസിയിലെത്തിയത്? ഏകദേശം 17,000-ലധികം ദ്വീപുകളും 300-ലധികം വംശീയ വിഭാഗങ്ങളും 700-ലധികം ഭാഷകളും ഉൾക്കൊള്ളുന്ന ഒരു വൈവിധ്യത്തിൻ്റെ ദേശമാണ് ഇന്തോനേഷ്യ. ഈ വൈവിധ്യം മതങ്ങളിലും സംസ്കാരങ്ങളിലും വ്യക്തമായി പ്രതിഫലിക്കുന്നു. ഈ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ അത്ഭുതകരമായ ഉദാഹരണമായി 1998 ഇറങ്ങിയ ഇന്തോനേഷ്യൻ 20,000 രൂപ നോട്ട് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നു. കാരണം മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് പുറത്തിറങ്ങിയ ഈ കറൻസിയിൽ ഹിന്ദു ദേവനായ ഗണപതിയുടെ ചിത്രം അച്ചടിച്ചിരുന്നു. ജ്ഞാനത്തെയും വിദ്യാഭ്യാസത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഗണപതിയുടെ സാന്നിധ്യം വിദ്യാഭ്യാസ പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര നായകനുമായ കീഹജൻ ദേവന്തരയുടെ ചിത്രത്തോടൊപ്പം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടുന്ന പ്രതീകാത്മകമായ ഒരു ശ്രമം കൂടിയായിരുന്നു. എന്നാൽ 2008 ഈ നോട്ട് സുരക്ഷാ പരിഷ്കാരങ്ങളുടെ ഭാഗമായി പിൻവലിക്കപ്പെട്ടതോടെ പിന്നീട് ഇത് ചർച്ചാ വിഷയമായി മാറുകയായിരുന്നു. പ്രത്യേകിച്ച് 2022 ഇന്ത്യയിൽ അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ നൽകിയ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ ഇന്തോനേഷ്യയുടെ മതസൗഹാർദ്ദത്തിൻ്റെയും മതേതര മാതൃകയുടെയും ഉദാഹരണമായി വീണ്ടും വാർത്തകളിലെത്തി. 1998 ബാങ്ക് ഇന്തോനേഷ്യ പുറത്തിറക്കിയ 20,000 രൂപ നോട്ട് സാധാരണ ഒരു കറൻസി ആയിരുന്നില്ല. വിദ്യാഭ്യാസത്തെ മുഖ്യ ആശയമായി എടുത്ത ഒരു ഡിസൈനായിരുന്നു അത്. നോട്ടിലെ മുൻവശത്ത് കീഹജൻ ദേവന്തരയുടെ ചിത്രവും അദ്ദേഹത്തിൻ്റെ അരികിൽ ഗണപതിയുടെ ചിത്രവും ഉൾപ്പെടുത്തിയിരുന്നു. ദേവന്തരയെ ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നാണ് ഇന്തോനേഷ്യയിൽ അറിയുന്നത്. നോട്ടിൻ്റെ പിൻവശത്ത് ഒരു ക്ലാസ് മുറിയുടെ ദൃശ്യങ്ങളും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചിത്രീകരിച്ചിരുന്നു. ഈ കോമ്പോസിഷൻ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തെ മഹത്വവൽക്കരിക്കുമ്പോൾ പഞ്ചശീല എന്ന ദേശീയ തത്വങ്ങൾ, അതായത് ഏകദൈവ വിശ്വാസം, മാനുഷികത, ഐക്യം, ജനാധിപത്യം, സാമൂഹ്യ നീതി എന്നിവ പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. ഹിന്ദു പുരാണങ്ങളിൽ ഗണപതി വിദ്യയുടെ ദേവൻ, വിനായകൻ എന്ന നിലയിലാണ് ആദരിക്കപ്പെടുന്നത്. അതിനാൽ വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിച്ചുള്ള കറൻസിയിൽ ഗണപതിയെ ഉൾപ്പെടുത്തിയത് സാംസ്കാരികമായും പ്രതീകാത്മകമായും ഏറെ പ്രസക്തമായിരുന്നു. ഗണപതിയുടെ ചിത്രം ഇന്തോനേഷ്യൻ കറൻസിയിൽ ഇടം നേടിയത് രാജ്യത്തിൻ്റെ ചരിത്രപരമായ ഹിന്ദു ബുദ്ധ സ്വാധീനത്തെയും പ്രകടിപ്പിക്കുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യൻ വ്യാപാരികളും പണ്ഡിതന്മാരും ഇന്തോനേഷ്യയിൽ എത്തിച്ചേർന്നു. ശ്രീ വിജയ സാമ്രാജ്യം, മജാപാഹിദ് സാമ്രാജ്യം എന്നീ ശക്തമായ ഹിന്ദു ബുദ്ധ സംസ്കാരങ്ങളുടെ കേന്ദ്രങ്ങളായിരുന്ന സാമ്രാജ്യങ്ങൾ ഇന്തോനേഷ്യൻ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 9-ാം നൂറ്റാണ്ടിലെ പ്രംബനൻ ക്ഷേത്രം ശിവനും വിഷ്ണുവിനും ബ്രഹ്മാവിനും സമർപ്പിച്ച ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ബുദ്ധക്ഷേത്രമായിരുന്നിട്ടും ബൊറോബുദൂർ ക്ഷേത്രത്തിൽ ഹിന്ദു വാസ്തുവിദ്യയുടെ സ്വാധീനം പ്രകടമാണ്. ഇന്നും വായങ് കുലിറ്റ് അഥവാ നിഴൽ പാവകളി, ബാലിനീസ് നൃത്തങ്ങൾ എന്നിവയിൽ രാമായണ മഹാഭാരത കഥകൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ജനസംഖ്യയുടെ 87% ഹിന്ദുക്കളായ ബാലി ദ്വീപിൽ ഗുലൂങ്, കുനിങ്കൻ, നിയേപ്പി പോലെയുള്ള ഹിന്ദു ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്. 9-ാം നൂറ്റാണ്ടിലെ പ്രംബനൻ ക്ഷേത്രം ശിവനും വിഷ്ണുവിനും ബ്രഹ്മാവിനും സമർപ്പിച്ച ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ബുദ്ധക്ഷേത്രമായിരുന്നിട്ടും ബൊറോബുദൂർ ക്ഷേത്രത്തിൽ ഹിന്ദു വാസ്തുവിദ്യയുടെ സ്വാധീനം പ്രകടമാണ്. ഇന്നും വായം കുലിറ്റ് അഥവാ നിഴൽ പാവകളി, ബാലിനീസ് നൃത്തങ്ങൾ എന്നിവയിൽ രാമായണ മഹാഭാരത കഥകൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ജനസംഖ്യയുടെ 87% ഹിന്ദുക്കളായ ബാലി ദ്വീപിൽ ഗലൂങ്, കുനിങ്കൻ, ന്വേപ്പി പോലെയുള്ള ഹിന്ദു ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഇന്തോനേഷ്യയിൽ 1.7% മാത്രം ഹിന്ദുക്കൾ ഉണ്ടെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രം ഗണപതിയെ കറൻസിയിൽ ഉൾപ്പെടുത്തിയത് മതസൗഹാർദ്ദത്തിൻ്റെയും ഉൾക്കൊള്ളുന്ന സമീപനത്തിൻ്റെയും തെളിവാണ്. നോട്ടിൻ്റെ ഡിസൈനിൽ ഗണപതിക്കൊപ്പം കീഹജൻ ദേവന്തരയെ ഉൾപ്പെടുത്തിയത് വളരെ പ്രതീകാത്മകമായിരുന്നു. ഡച്ച് കോളനി വാഴ്ചക്കാലത്ത് സാധാരണ ജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ നിന്ന് വിലക്കുണ്ടായിരുന്നു. ഇതിന് മാറ്റം വരുത്താൻ 1922 ദേവന്തര തമൻ സിത്സ്വ എന്ന വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതായിരുന്നു. ഇതിലൂടെ ഇന്തോനേഷ്യൻ യുവാക്കളിൽ ദേശീയ ബോധം വളരുകയും സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി നൽകുകയും ചെയ്തു. 1927 രവീന്ദ്രനാഥ് ടാഗോർ ഇന്തോനേഷ്യ സന്ദർശിച്ചപ്പോൾ ദേവന്തരയുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ 1998 ഈ നോട്ട് വിദ്യാഭ്യാസത്തെ തടസ്സങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 1998 ഇറങ്ങിയ ഈ നോട്ട് ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണ്. രാജ്യം വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ വിദ്യാഭ്യാസവും ഐക്യവും ദേശീയ കരുത്തിൻ്റെ പ്രതീകമായി എടുത്താണ് കറൻസി പുറത്തിറക്കിയത്. അതുകൊണ്ട് ഈ നോട്ട് സാധാരണ കറൻസി എന്നതിലുപരി പ്രതിരോധ ശേഷിയുടെയും സാംസ്കാരിക ഐക്യത്തിൻ്റെയും ചിഹ്നം കൂടിയായിരുന്നു. 2008 ഡിസംബർ 31 ബാങ്ക് ഇന്തോനേഷ്യ 20,000 രൂപ ഉൾപ്പെടെ 4 നോട്ടുകൾ
അതായത് 10,000, 20,000, 50,000, 1,00,000 എന്നിവ പിൻവലിച്ചു. ഇതിന്റെ കാരണം സുരക്ഷാ ഫീച്ചറുകൾ മെച്ചപ്പെടുത്താനുള്ള സാധാരണ നടപടിയായിരുന്നു. അതായത് മതപരമായോ രാഷ്ട്രീയമായോ ഉള്ള കാരണങ്ങളല്ല എന്ന് സാരം. 2018 ഡിസംബർ 31 വരെ പഴയ നോട്ടുകൾ മാറ്റി പുതിയത് സ്വീകരിക്കാൻ സർക്കാർ അവസരം നൽകി. ഇപ്പോൾ 20,000 രൂപ നോട്ടിൽ ഡോക്ടർ GSS J വദുലാങ്ങിയുടെ ചിത്രമാണ് ഉപയോഗിക്കുന്നത്. ഗണപതിയുടെ ചിത്രം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. 2022 ഒക്ടോബർ 26 അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിലെ നോട്ടുകളിൽ ഗണപതിയുടെയും ലക്ഷ്മിയുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് ഉദാഹരണമായി മുസ്ലിം ഭൂരിപക്ഷ ജനസംഖ്യയുള്ള ഇന്തോനേഷ്യ ഗണപതിയുടെ ചിത്രം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വാദിച്ചുകൊണ്ട് ഇന്തോനേഷ്യയുടെ 20,000 രൂപ നോട്ട് ചൂണ്ടിക്കാട്ടി. എന്നാൽ 2008 തന്നെ നോട്ട് പിൻവലിച്ചിരുന്നതായി അദ്ദേഹം പരാമർശിച്ചതുമില്ല. ഇതോടെ ഇന്ത്യയിൽ മതചിഹ്നങ്ങളും കറൻസിയും സംബന്ധിച്ച് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അങ്ങനെ ഇന്തോനേഷ്യയിലെ ഒരു പഴയ കറൻസി ഇന്ത്യൻ ആഭ്യന്തര രാഷ്ട്രീയ ചർച്ചകളിൽ വരെ പങ്കുചേർന്നു. ഇന്തോനേഷ്യ ഔദ്യോഗികമായി 6 മതങ്ങളെ അംഗീകരിക്കുന്നു. ഇസ്ലാം, പ്രൊട്ടസ്റ്റന്റിസം, റോമൻ കത്തോലിസിസം, ഹിന്ദുമതം, ബുദ്ധമതം, കൺഫ്യൂഷനിസം എന്നിവയാണവ. ഈ ഉൾക്കൊള്ളുന്ന സമീപനം പഞ്ചശീല തത്വങ്ങളിൽ പ്രതിഫലിക്കുന്നു. ഭിനേക തുങ്കൽ ഇക അഥവാ ഐക്യത്തിന്റെ വൈവിധ്യം എന്ന 14-ാം നൂറ്റാണ്ടിലെ ഒരു ജാവനീസ് സാഹിത്യ സൃഷ്ടിയിൽ നിന്നുള്ള മുദ്രാവാക്യം വ്യത്യസ്ത പൂക്കൾ ചേർന്ന് ഒരുമിച്ച് നിൽക്കുന്ന ഒരു മാല പോലെ ഇന്തോനേഷ്യയുടെ വൈവിധ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ കഥയിൽ ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തിന്റെ ആഴവും പ്രകടമാണ്. ഇന്ത്യൻ വ്യാപാരികളും പണ്ഡിതന്മാരും കൊണ്ടുവന്ന ഹിന്ദു ബുദ്ധ ആശയങ്ങൾ പ്രാദേശിക സംസ്കാരങ്ങളുമായി ലയിച്ച് കല, സാഹിത്യം, വാസ്തുവിദ്യ എന്നിവയിൽ അമൂല്യമായൊരു മിശ്രിതം സൃഷ്ടിച്ചു. 2018 ഇന്തോനേഷ്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം കടലിന്റെ ആഴങ്ങളെക്കാൾ ആഴമുള്ളതാണ് എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഈ ബന്ധം സാമ്പത്തിക, തന്ത്രപരമായ മേഖലകളിലേക്ക് വളർന്നിട്ടുണ്ട്. കൂടാതെ പ്രവാസി സമൂഹങ്ങൾ ഇത് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇന്നും എക്സ്, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഗണപതിയുടെ 20,000 രൂപ നോട്ട് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ചിലർ ഇതിനെ യഥാർത്ഥ മതേതരത്വമെന്നും ഇന്തോനേഷ്യയുടെ ഹിന്ദു പൈതൃകത്തിന്റെ തെളിവെന്നും വാദിക്കുമ്പോൾ മറ്റു ചിലർ കറൻസിയിൽ മതചിഹ്നങ്ങൾ ഉൾപ്പെടുത്തുന്നത് മതേതരത്വത്തിന് വിരുദ്ധം എന്ന വാദവും ഉയർത്തുന്നുണ്ട്. ഇതിലൂടെ നോട്ടിപ്പോഴും സഹിഷ്ണുത, മതസ്വാതന്ത്ര്യം, രാഷ്ട്രീയ, സാംസ്കാരിക വാദപ്രതിവാദങ്ങൾ എന്നിവയുടെ ഒരു ആഗോള പ്രതീകമായി തുടരുകയും ചെയ്യും. 1998 ഇന്തോനേഷ്യൻ 20,000 രൂപ നോട്ട് ഒരു സാധാരണ കറൻസി എന്നതിനപ്പുറം ഒരു സാംസ്കാരിക ആത്മീയ പ്രതീകമായിരുന്നു. ഗണപതിയുടെ ചിത്രം വിദ്യാഭ്യാസത്തിന്റെയും ജ്ഞാനത്തിന്റെയും, കീഹജൻ ദേവന്തര വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെയും ദേശീയ ബോധത്തിന്റെയും, പഞ്ചശീലവും ഭിനേക തുങ്കൽ ഇകയും മതസൗഹാർദ്ദത്തിന്റെയും വൈവിധ്യത്തിന്റെയും ദർശനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്തത്. 2008 നോട്ട് പ്രചാരത്തിൽ നിന്ന് നീങ്ങിയിട്ടും അതിന്റെ കഥ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. 2022 ഇന്ത്യൻ രാഷ്ട്രീയ വിവാദങ്ങൾ അത് വീണ്ടും വാർത്തകളിൽ എത്തിക്കുകയും ചെയ്തു. ഈ നോട്ട് നമ്മെ പഠിപ്പിക്കുന്നത് വൈവിധ്യത്തെ ആഘോഷിച്ച് മത സാംസ്കാരിക വ്യത്യാസങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്ന സമൂഹമാണ് ഭാവിയിൽ ശക്തമായ സമൂഹമെന്നാണ്. വൈവിധ്യത്തിൽ ഐക്യം, മതത്തിൽ സഹിഷ്ണുത, സമൂഹത്തിൽ വിദ്യാഭ്യാസം. ഇന്തോനേഷ്യയുടെ 20,000 രൂപ നോട്ട് ലോകത്തിന് നൽകിയ ഒരു കാലാതീത പാഠമാണ്. 2022 ഇന്ത്യൻ രാഷ്ട്രീയ വിവാദങ്ങൾ അത് വീണ്ടും വാർത്തകളിലെത്തിച്ചു. ഈ നോട്ട് നമ്മെ പഠിപ്പിക്കുന്നത് വൈവിധ്യത്തെ ആഘോഷിച്ച് മത സാംസ്കാരിക വ്യത്യാസങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്ന സമൂഹമാണ് ഭാവിയിൽ ശക്തമായ സമൂഹമെന്നാണ്. വൈവിധ്യത്തിൽ ഐക്യം, മതത്തിൽ സഹിഷ്ണുത, സമൂഹത്തിൽ വിദ്യാഭ്യാസം. ഇന്തോനേഷ്യയുടെ 20,000 രൂപ നോട്ട് ലോകത്തിന് നൽകിയ ഒരു കാലാതീത പാഠമാണ്.